അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ നാടൻ കറിയാണ്. അപ്പം നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനായി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് മാങ്ങ, മീഡിയം പുളിയുള്ളത്. പുളി അധികമാണെങ്കിൽ ഒരു മാങ്ങ മതി. പിന്നെ 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഒനിയൻ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില. ഇനി ഇതെല്ലാം വീഡിയോയിൽ കാണുന്ന വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മാങ്ങാക്കറിയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. നേരത്തെ അരിഞ്ഞെടുത്തു വെച്ചതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇത് കാണുമ്പോൾ മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഇനി ഇത് നമുക്ക് അല്പനേരത്തേക്ക് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ പാൽ പിഴിഞ്ഞെടുക്കാം. നമ്മളിവിടെ ഏകദേശം 1.5 കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്ത മാങ്ങ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് തിളയ്ക്കുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. കറി വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3/4 ടീസ്പൂൺ കടുക്, ഒരു പിഞ്ച് ഉലുവ, 3-4 മുഴുവൻ മുളക്, ഒരു തണ്ട് വേപ്പില. കറി നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് തീ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. തിള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി വറുത്തിട്ടാലോ. ഇതിലധികം മുളക് പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് പച്ചമുളക് കൂട്ടുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ചെറുപറ പൊട്ടുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടുമ്പോൾ മുഴുവൻ മുളക് ചേർത്ത് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സോട്ട് ചെയ്യാം. മുളക് മൂക്കുമ്പോൾ കറിയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി അല്ലേ. ഇതും ചോറും പപ്പടവും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മഞ്ഞ കളറുള്ള ഈ കറി കാണാൻ നല്ല ഭംഗിയില്ലേ. അതുപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.